എറണാകുളം ജില്ലയിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് പോയി കണ്ട് തിരിച്ചു വരാൻ പറ്റിയ മനോഹരമായ സ്ഥലങ്ങളാണ് പാലക്കാട് ജില്ലയിലുള്ളത്. ഏകദേശം 150 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ട് പാലക്കാട് ജില്ലയിലേക്ക്. യാത്രയിൽ കുതിരാൻ ടണൽ വഴിയാണ് ഞങ്ങൾ പോകുന്നത്. ആദ്യം ഞങ്ങൾ സന്ദർശിച്ചത് തത്തമംഗലം അക്വാടെക്റ്റ് ആണ്. നല്ല പച്ച പരവതാനി വിരിച്ച പാടത്തിന് കുറുകെയുള്ള അക്വാടെക്റ്റിലൂടെ നടന്ന് മനോഹരമായ വീഡിയോസും ഫോട്ടോസും നമുക്കെടുക്കാം. ഒരു പച്ചയുടുപ്പിട്ട കൊച്ചു പെൺകുട്ടിയായിരുന്നു അവിടുത്തെ വിളകൾ കാറ്റിലാടിക്കൊണ്ടിരുന്നത്. അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചത് തികച്ചും ശാന്തമായ ഒരിടത്തേക്കായിരുന്നു. വാമല ശ്രീ പല്ലാവൂർ മുരുകക്ഷേത്രത്തിലേക്കായിരുന്നു. അവിടുത്തെ ശാന്തത പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയ്ക്കധികമായിരുന്നു. അവിടെ നിന്ന് അടുത്തതായി ഞങ്ങൾ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ മുതലമടയിലേക്കാണ്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു മനോഹരമായ റെയിൽവേ സ്റ്റേഷനാണ് മുതലമട. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും ആസ്വദിച്ച് പിന്നെയും ഞങ്ങൾ തിരിച്ചത് കൊല്ലങ്കോടുള്ള കുടിലിടത്തിലേക്കാണ്. ഒരു ചെറിയൊരു എൻട്രി ഫീസ് കൊടുത്താൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാം, പാടത്തിലൂടെ നടക്കാം. അങ്ങനെ കുറച്ച് ദൂരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കുടിലിടത്തിൽ എത്തിച്ചേർന്നു. നമുക്ക് ഫോട്ടോ എടുക്കാൻ വീതം തയ്യാറാക്കിയ ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളും അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കിപ്പോയി. അവിടുത്തെ കാഴ്ച വർണ്ണനാതീതമായിരുന്നു. മലമുകളിൽ നിന്ന് വെള്ളാരം കല്ലുകൾ താഴേക്കിട്ട പോലെയായിരുന്നു അവിടുത്തെ വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വന്നിരുന്നത്. തീർച്ചും തെളിഞ്ഞ വെള്ളമായിരുന്നു അത്. ഇതുപോലെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങൾ നമ്മുടെ പാലക്കാട് ജില്ലയിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മലമ്പുഴ ഡാം. ഇനി ഞങ്ങൾ പോകുന്നത് മലമ്പുഴ ഡാമും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഗാർഡനും ലക്ഷ്യമാക്കിയാണ്. അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരിടമാണ് പാലക്കാട് ജില്ലയിലെ കാഴ്ചകൾ. അപ്പോൾ എല്ലാവരും അവധി സമയങ്ങളിൽ പോയി കണ്ട് ആസ്വദിക്കണം.